യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. തിരുവനന്തപുരം ആനേറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത വിഷ്ണു പോറ്റിയുടെ ഭാര്യ കടകംപള്ളിക്കെതിരെ പരാതിയുമായി രംഗത്ത്. DGPക്കാണ് രേഖാമൂലം പരാതി നൽകിയത്. സംഭവം ജനം TV കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കടകംപള്ളിയുടെ വാദങ്ങൾ ഇതോടുകൂടി പൊളിഞ്ഞു. പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി MS വീണ, ഒപ്പം തന്നെ രാജീവ് എന്നിവർ ചേരുകയാണ്. ആ രാജീവിലേക്കാണ് ആദ്യം പോകുന്നത്. രാജീവ്, ജനം TV നൽകിയ വാർത്തയെ കടകംപള്ളി ഇന്നലെ വിശേഷിപ്പിച്ചത് സെറ്റിട്ട വാർത്ത എന്നുള്ളതാണ്. എന്തായാലും ആ വാദങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഇന്ന് പോറ്റിയുടെ ഭാര്യ തന്നെ നേരിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ആ പരാതിയിലെ കാര്യങ്ങളെ കുറിച്ച് പറയാം. രാഖി, ഏതായാലും ഇത്തരമൊരു സംഭവത്തിൽ പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വിഷ്ണു പോറ്റിയുടെ കുടുംബം. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് കൃത്യമായ മാനസിക പീഡനം വിഷ്ണു പോറ്റിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5-നാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാനസിക പീഡനം അദ്ദേഹം ഏറ്റിരുന്നു എന്ന് തെളിയിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നെങ്കിലും അതെല്ലാം ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണമാണ്. കഴിഞ്ഞ മാർച്ച് 22-ന് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അവിടേക്ക് എത്തുമ്പോൾ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിൽ ആ സമയം ഉത്സവം നടക്കുകയായിരുന്നു. ഈ ഉത്സവത്തിനിടെ അദ്ദേഹത്തിന് മേൽശാന്തി തീർത്ഥം നൽകുകയും ചെയ്തു. എന്നാൽ ഈ തീർത്ഥം അദ്ദേഹം ഒഴുക്കിക്കളയുകയായിരുന്നു. ഈ ആചാരലംഘനത്തെ വിഷ്ണു പോറ്റി കൃത്യമായി ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് വിശ്വാസമില്ലെങ്കിൽ തീർത്ഥം വാങ്ങാതിരുന്നാൽ പോരെ എന്ന കടകംപള്ളിയോട് വിഷ്ണു പോറ്റി ചോദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ക്ഷുഭിതനായാണ് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്ര പരിസരം വിട്ടുപോയത്. എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടായത്. ഈ ക്ഷേത്രം ഭാരവാഹികൾ CPM-മായി ബന്ധമുള്ളവരാണ്. കാര്യം ഉത്സവ കമ്മിറ്റിയിൽ കൂടുതൽ പേരും CPM-മായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. ആ പ്രദേശത്തെ കാര്യം പരിശോധിച്ചാലും CPM-മായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉത്സവ കമ്മിറ്റിയിലും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് ഇങ്ങോട്ട് വിഷ്ണു പോറ്റിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. വിഷ്ണു പോറ്റിയുടെ സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യം നമ്മളോട് വെളിപ്പെടുത്തിയത്. അവരും മേൽശാന്തിമാരാണ്, പൂജാരിമാരാണ്. അവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അവർ എവിടെ വേണമെങ്കിലും ഇക്കാര്യം തുറന്നു പറയാമെന്ന് നമ്മളോട് പറയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് നമ്മളോട് അവർ പ്രതികരിക്കുകയും ആ പ്രതികരണം നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തത്. അപ്പോൾ മാത്രമാണ് ഇതിന് പിന്നിൽ, ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇത്തരമൊരു കാരണമുണ്ട് എന്ന കാര്യം പുറം ലോകം അറിഞ്ഞത്. ഇതിനെ തുടർന്ന് കടകംപള്ളി സുരേന്ദ്രൻ അടിയന്തരമായി വാർത്താ സമ്മേളനം വിളിക്കുകയായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു വാർത്ത നമ്മൾ സെറ്റിട്ടതാണ്, ജനം TV സെറ്റിട്ടതാണ് എന്ന ഗുരുതരമായ വാർത്തയാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത്. എന്തായാലും രാജീവ് തുടരുക. നമുക്ക് ഇന്നലെ കടകംപള്ളി എന്താണ് പറഞ്ഞത്, ആ ഒരു പ്രതികരണം ഒന്ന് കാണാം. നിങ്ങൾ ജനം TV ആണോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എവിടെ വെച്ചാ അത് ചിത്രീകരിച്ചത്? നിങ്ങൾ എവിടെ വെച്ചാ ചിത്രീകരിച്ച പറ. നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ജനം TV ഇപ്പൊ പറ. നിങ്ങൾ ആ ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചത് എവിടെ വെച്ചാണ്? മുല്ലൂർ അമ്പലത്തിന്റെ പരിസരത്താണോ? മുല്ലൂർ അമ്പലത്തിന്റെ പരിസരത്താണോ? നിങ്ങളൊരു സെറ്റിട്ട് ചെയ്തതല്ലേ? ആ പോറ്റി, നിങ്ങളോട് വർത്തമാനം പറഞ്ഞ പോറ്റി ആ പ്രദേശത്തുകാരനാണോ? അവനവിടെ പോയിട്ടുണ്ടോ? ആ പോറ്റി അമ്പല കമ്മിറ്റിയിലുണ്ടോ അവരാരെങ്കിലും? അമ്പല കമ്മിറ്റി ഇല്ലാത്ത ഒരുത്തൻ ആ പോറ്റി, ഒരു പോറ്റിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നിങ്ങൾ. ആരുമല്ല, ക്ഷേത്ര കമ്മിറ്റിയുള്ള ആളല്ല. അതെ, അദ്ദേഹം ക്ഷേത്ര കമ്മിറ്റി ഉള്ളതെന്ന് അറിയില്ല. BJP-കാരൻ, ഒരു BJP-കാരൻ, ക്ഷേത്ര കമ്മിറ്റിക്കാരനൊന്നുമല്ല, ഒരു BJP-കാരൻ അല്ല ക്ഷേത്ര കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കാം. ആ BJP-കാരനും നിങ്ങളും ഒരു സെറ്റിട്ട് ഏതോ ഒരു പോറ്റി എന്ന് പറയുന്ന ഒരുവനെ കൊണ്ട് നിർത്തി അയാളെ കൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ഈ അമ്പലത്തിൽ മാത്രമല്ല, ഇന്ന് രാവിലെയും പോയിരുന്നു ഞാൻ അമ്പലത്തിൽ. നിങ്ങൾ എന്റെ കൂടെ വാ. ഞാൻ അമ്പലത്തിൽ ഞാൻ പഞ്ചമി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് വരുന്നത്. ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പൂജാരിമാരുടെ അടുക്കെ പോകാറുണ്ട്, അവർ തരുന്നതായിട്ട് തീർത്ഥം വാങ്ങാറുണ്ട്, അത് കുടിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ കുടിക്കാറുണ്ട്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചനുസരിച്ച് ഞാൻ ബാക്കിയുള്ളത് തലയിൽ തേക്കാറുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. എവിടെ? മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്തായാലും ഭദ്രകാളിക്ക് ശക്തി ഉണ്ട് എങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ളതാണ് കടകംപള്ളി പറഞ്ഞ മറുപടി. ഒപ്പം തന്നെ ജനം TV സെറ്റിട്ട വാർത്തയാണ് എന്ന് ലവലേശം ഉളുപ്പില്ലാതെ പറയുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. രാജീവ്, ഇന്നേ ദിവസം 3:54 മേൽശാന്തിയുടെ ഭാര്യ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ
ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ജനം ടി വി പൂർണ്ണമായും പറഞ്ഞു വച്ചില്ല. ആ ഭാര്യയുടെ പരാതിയിൽ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ, തന്റെ ഭർത്താവിനെ അങ്ങേയറ്റം അപമാനിച്ചു എന്നുള്ളത്, ഒപ്പം തന്നെ ആചാര ലംഘനത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അവിടെ ഉള്ള ദേവതയെ അപമാനിച്ചു, ഡൈറ്റിയെ അപമാനിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എ ഗ്രേവ് ഇൻസൾട്ട് ടു ദ ഡൈറ്റി ആൻഡ് എ വയലേഷൻ ഓഫ് ടെമ്പിൾ റിച്വൽ എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കടകംപള്ളിയുടെ ഇന്നലത്തെ ആ പ്രതികരണത്തോട് നമുക്ക് ഇതൊന്ന് ചേർത്ത് വായിക്കാൻ സാധിക്കും? രാഖി, ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ ആ ക്ഷേത്രം സന്ദർശിച്ച് പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു മാനസിക പീഡനം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹത്തിൻ്റെ മാനസിക വ്യഥ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരുത്തൻ എന്നൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതും ചില ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെയാണ്. ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ആദരണീയരായ രീതിയിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേൽശാന്തിമാരെയാണ് ഒരുത്തനെ കൊണ്ടുവന്ന് ജനം ടി വി പ്രതികരണം തേടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരും പല ഹൈന്ദവ സമൂഹത്തിലെ ആദരണീയരായ ആളുകൾ തന്നെയാണ് എന്ന വസ്തുത കടകംപള്ളി സുരേന്ദ്രൻ മറന്നു പോകുന്നുണ്ട് എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ട്. ഏതായാലും ഇക്കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഭാര്യ പറയുന്നത് ഗുരുതരമായ മാനസിക പീഡനം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് പോയത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജാതീയ അധിക്ഷേപം പോലും അദ്ദേഹം നേരിടേണ്ടി വന്നു. ബ്രാഹ്മണനല്ലാത്തതിനാൽ തുടർന്നങ്ങോട്ടുള്ള ക്ഷേത്ര പൂജകളിൽ നിന്ന് ഒഴിവാക്കും, അതുകൊണ്ട് ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം ഉത്സവ കമ്മിറ്റിക്കാർ മുന്നോട്ട് വെച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം 15 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നാണ് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ഈ മറ്റ് മേൽശാന്തിമാർ നമ്മളോട് പറഞ്ഞത് ഇക്കാര്യവും അദ്ദേഹം ഈ മേൽശാന്തിമാരോട് സംസാരിച്ചിരുന്നു. താൻ വർഷങ്ങളായി ദേവിയെ ഉപാസിക്കുകയാണ്, ദേവിക്ക് വേണ്ട പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആചാരലംഘനം താൻ ചൂണ്ടിക്കാണിച്ചത് മാത്രമാണ് എന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇക്കാര്യം നമ്മളോട് തുറന്നു പറയുകയും ചെയ്തത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയിൽ അവർ പറയുന്നത് ഈ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല, ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കാണാതായിട്ടുണ്ട്, അത് കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലുണ്ടായിരുന്ന പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഭാര്യ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മൊബൈൽ അദ്ദേഹത്തിൻ്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി ഭാര്യ മുന്നോട്ട് വെക്കുന്നു. ഏതായാലും മാർച്ച് 22-ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ 15 വർഷമായി ഈ ക്ഷേത്രത്തിൽ തുടരുന്ന മേൽശാന്തി ഈ മാർച്ച് 22-ന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടേക്ക് എത്തുന്നതും ഈ ആചാര ലംഘനം നടത്തുന്നതും. ഈ ആചാര വാർത്തയിലേക്ക് തന്നെയാണ് മടങ്ങി എത്തേണ്ടത്. തിരുവനന്തപുരം ആനയറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പുറത്തു വന്നതോടുകൂടി കൂടുതൽ കുരുക്കിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ എത്തുന്നു എന്നുള്ളതാണ് ഈ വാർത്ത